നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശന്റെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ കറണ്ട് വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തിനാ മണിക്കുട്ടാ നീ വെറുതെ അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്താ മൂന്നുപേരും കൂടി സംസാരിക്കുന്നേ? ഞാൻ കൂടെ കേൾക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഇതാര്? വിശാൽ സാറോ? സാറിന്റെ ശബ്ദമാണല്ലോ. വേണ്ട വേണ്ട, എന്തിനാ എഴുന്നേക്കുന്നേ? എന്റെ ശബ്ദം കേൾക്കുമ്പോഴേ എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട സാർ, വയസ്സിൽ ഇളയവനാണെങ്കിലും ഗായത്രി അമ്മയുടെ മകന് മുന്നിൽ അല്പനേരം നിൽക്കുന്നതിൽ തെറ്റില്ല. എന്താ പറഞ്ഞേ? എന്റെ അമ്മയെ അറിയാന്നോ? ഗായത്രി അമ്മയെ നിങ്ങൾക്കെങ്ങനെ അറിയാം? അത് കൊള്ളാം. ഈ പട്ടണത്തില് ഗായത്രി അമ്മയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ വിശാൽ സാർ? എത്രയോ പാവങ്ങളെ സഹായിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുത്ത ദേവതയാ ഗായത്രി അമ്മ. വിശാൽ സാർ, ഈ മുത്തശ്ശൻ സാറിനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടിയില്ല. മണിക്കുട്ടാ ദേ നീ മിണ്ടാതിരുന്നേ. വിശാൽ സർ, ഞാൻ പോയി സാറിന് ഇരിക്കാൻ ഒരു കസേര എടുത്തിട്ട് വരാം. വേണ്ട പാർവതി, ജനറേറ്റർ ഇപ്പൊ ശരിയാവും. കറണ്ട് ഇനി എപ്പോ വരുമെന്ന് അറിയില്ല. അല്ല, ഈ പുതിയ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെ? ചന്ദ്ര സാറിന് പേടിയൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഈ അന്തന ഇരുട്ടൊരു പുതിയ വിഷയമല്ല, ശീലമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഭയവും ഇല്ല. സാറ് വെറുതെ ടെൻഷൻ അടിക്കണ്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എനിക്കും ഒരു ഭയവും ഇല്ല. ഉദയനൂരമ്മയുടെ ഈ വെളിച്ചമുള്ള കാലം ആരെ പേടിക്കണം വിശാൽ സർ? നിങ്ങളെയൊക്കെ കാണുമ്പോഴേ എനിക്ക് അസൂയ തോന്നുക. ഏത് സിറ്റുവേഷനിലും എത്ര കൂളായിട്ടാ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അല്ല, ഞാനും അത് ചോദിക്കാനിരിക്കായിരുന്നു. വലിയ സാറിന് എങ്ങനെയുണ്ട് കുഞ്ഞെ? അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. ഒരനുവാദം തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ. കാണണമെന്നോ? അല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോകണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കണ്ണു കാണാത്ത നിങ്ങൾ എങ്ങനെയാ എന്റെ അച്ഛനെ കാണുന്നതെന്ന്. അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ എന്നെ ഒന്ന് അനുവദിക്കുവോ? വിശാൽ സർ, മടിക്കണ്ട, കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ കാണിക്കൂ. നല്ല മനസ്സുള്ളവരുടെ സാന്നിധ്യം ചിലപ്പോ അച്ഛന് ഗുണം ചെയ്തേക്കും. വിളിച്ചോണ്ട് പോ വിശാൽ സാർ, ഞങ്ങളും വരാം. നിങ്ങളുടെ സാന്നിധ്യം അച്ഛന് ഉപകാരമാവുമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.